നമസ്കാരം. ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ എംബസി അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞാൽ ആ രാജ്യവുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുന്നതിന് തുല്യമാണ്. രണ്ടു രാജ്യങ്ങളും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ എംബസി അടച്ചുപൂട്ടുക. എന്നാൽ ഒരു രാജ്യത്തെ അങ്ങേയറ്റം അവഗണിക്കാനും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല രാജ്യങ്ങളും ചെയ്യാറുണ്ട്. പാകിസ്ഥാനിലെ എംബസി അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയാണ് ഫിൻലൻഡ് എന്ന രാജ്യം. ഫിൻലൻഡ് വിദേശകാര്യമന്ത്രി എലീന വോൾട്ടോനനാണ് ഈ കഴിഞ്ഞ ദിവസം ഈ തീരുമാനം അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലാണ് ഈ ഫിൻലൻഡിന് അവരുടെ എംബസി ഉള്ളത്. മാത്രമല്ല ലാഹോറിലും കറാച്ചിയിലുമെല്ലാം കൗൺസിലേറ്റും ഓണററി കൗൺസിലേറ്റ് ഓഫീസുകളുമുണ്ട്. ഇതിൽ എംബസി തന്നെ അടച്ചുപൂട്ടാനാണ് ഇപ്പോൾ ഫിൻലൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ മാത്രമല്ല, പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ്, അതോടൊപ്പം തന്നെ മ്യാൻമാറിലെ റംഗൂൺ, അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ തുടങ്ങിയ നഗരങ്ങളിലുള്ള എംബസികളും ഫിൻലൻഡ് പൂട്ടാനൊരുങ്ങുകയാണ്. ഇതിനെ കാരണമായി ഫിൻലൻഡ് പറയുന്നത്, ഫിൻലൻഡ് അവരുടെ വിദേശ നയം, അതായത് വിദേശ സാന്നിധ്യം അതൊന്ന് റിവ്യൂ ചെയ്യുകയാണ്. അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വളരെ തന്ത്രപ്രധാനമായ മേഖലകളിൽ ഫിൻലൻഡിന്റെ സാന്നിധ്യം എത്തിക്കേണ്ടതുണ്ട്. അതേസമയം ആവശ്യമില്ലാത്ത പല പ്രദേശങ്ങളിലും ഫിൻലൻഡ് ഇങ്ങനെ എംബസി തുറന്നു വച്ചിരിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ചില രാഷ്ട്രീയ പ്രതിസന്ധികളുള്ള, ചില പ്രശ്നങ്ങളുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാനെ പോലെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ വിഘടനവാദമുണ്ട്, തീവ്രവാദമുണ്ട്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവിടുത്തെ ഭരണകൂടം പോലും പോലും അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടുത്തെ കരസേനാ മേധാവിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ജനാധിപത്യം ഇല്ലാത്ത, ഭരണ പ്രതിസന്ധിയുള്ള, രാഷ്ട്രീയ പ്രതിസന്ധിയുള്ള, സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇങ്ങനെ പ്രതിസന്ധികളിൽ പെട്ടുടലുന്ന രാജ്യങ്ങളിൽ എംബസി തുറന്നു വെച്ചിട്ട് ഒരു കാര്യവുമില്ല. മാത്രമല്ല ഫിൻലൻഡുമായി കാര്യമായ വാണിജ്യ സഹകരണമില്ലാത്ത, വ്യാപാര വാണിജ്യ സഹകരണമൊന്നുമില്ലാത്ത രാജ്യങ്ങളിൽ എംബസി തുറന്നു വെച്ചിട്ട് കാര്യമില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനിലും മ്യാൻമാറിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള എംബസികൾ അടച്ചുപൂട്ടാൻ ഈ ഫിൻലൻഡ് തീരുമാനിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്ലാമാബാദിലാണ് പാകിസ്ഥാനിൽ ഫിൻലൻഡിന്റെ എംബസി ഉള്ളത്. ലാഹോറിലും അതുപോലെ കറാച്ചിയിലും ഇവർക്ക് ഓണററി കോൺസുലേറ്റുകൾ മാത്രമായിരിക്കും. ഈ ഓണററി കോൺസുലേറ്റുകൾ മാത്രമായിരിക്കും ഇനി ഈ ഫിൻലൻഡ് നിലനിർത്തുക. ഇന്ത്യയിൽ ദില്ലിയിലാണ് ഫിൻലൻഡിന്റെ ഓഫീസ് ഉള്ളത്, ഫിൻലൻഡിന്റെ എംബസി ഉള്ളത്. അതുകൂടാതെ ചെന്നൈ, മുംബൈ, ബംഗളൂരു, കൊൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓണററി കോൺസുലേറ്റുകളുമുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അതേപടി നിലനിർത്തുക, ഇന്ത്യയുമായി ഊഷ്മള ബന്ധം സ്ഥാപിക്കുക, അതിനോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ എംബസി അടച്ചുപൂട്ടുക എന്ന തീരുമാനമാണ് ഇപ്പോൾ ഫിൻലൻഡ് അധികൃതർ എടുത്തിരിക്കുന്നത്. പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, പാകിസ്ഥാനിലെ രാഷ്ട്രീയ പ്രതിസന്ധി, പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി, അതോടൊപ്പം തന്നെ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന രാജ്യം എന്ന നിലയിലുള്ള ആഗോള പ്രശസ്തി, ഇതെല്ലാം പാകിസ്ഥാനെ കൂടുതൽ രാജ്യങ്ങളുടെ കണ്ണിലെ കരടാക്കി മാറ്റുകയാണ്. അതായത് ഫിൻലൻഡ് എന്നൊരു രാജ്യം കൂടി പാകിസ്ഥാനിലെ എംബസി അടച്ചുപൂട്ടുമ്പോൾ അത് അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയ സന്ദേശമാണ് നൽകുന്നത്. പാകിസ്ഥാന് ഇത് വലിയ നാണക്കേടുമാണ് ഉണ്ടാക്കുന്നത്. ഈ അടുത്ത കാലത്ത് പാകിസ്ഥാൻ സന്ദർശിച്ച ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന് പോലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായി. ധാരാളം ക്രിക്കറ്റ് ടീമുകൾ പാകിസ്ഥാനിൽ കളിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ആ രാജ്യത്ത് നിന്നാണ് ഇപ്പോൾ സാന്നിധ്യം ഒഴിവാക്കാൻ ഫിൻലൻഡ് ശ്രമിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.